എൻ്റെയും ഈ ഒരു പരിക്കുണ്ടല്ലോ, അതെനിക്ക് ശരിക്കും എൻ്റെ കോൺഫിഡൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഞാൻ പോകുന്നതാണ്, മൈൻഡ് ചെയ്യാണ്ട്. എനിക്ക് വിഷമമുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ വിഷമങ്ങൾ അങ്ങനെ കാണിക്കുന്ന ഒരാളല്ല. പക്ഷേ 30-ാം തീയതിത്തെ ആക്സിഡൻറ്റിന് ശേഷം ഞാൻ ഭയങ്കരമായിട്ട് എന്നെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരും പല കാര്യം കൊണ്ട്. അങ്ങനെ എനിക്ക് വരുന്ന ഒരാൾ. ഞാൻ അങ്ങനെ വിഷമങ്ങൾ അങ്ങനെ എനിക്കിഷ്ടമല്ല കാണിക്കാനും. ഭയങ്കര ഞാനാലോചിക്കും, ഞാനൊക്കെ അങ്ങനെ ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നുകൊണ്ട് അവർ എന്നെ ഹറാസ് ചെയ്യുന്ന നിർത്തി. എൻ്റെ സ്ഥാനത്ത് വേറെ വല്ല പെൺകുട്ടികളൊറ്റാണെങ്കിലും പോട്ടെ, എൻ്റെ അത്രയും ധൈര്യമില്ലാത്ത ആൺകുട്ടികളുണ്ടെങ്കിലോ എന്താവുമായിരുന്നു അവസ്ഥ. മാംഗ്ലൂർ എൻ്റെ നാടാട്ടോ. നാടായിട്ട് പോലും ഇവൻ്റെ അല്ല, ഇവനൊരു വാടകര അല്ലേ? ഇവൻ്റെത് വാടകര. അല്ല അല്ല അല്ല, എൻ്റെ മാംഗ്ലൂർ അല്ല, കാസർഗോഡ്. തരു കരയുമ്പോൾ എന്ത് വൃത്തിയിടുണ്ടെന്നറിയാം. അല്ല, അവൻ്റെ വാടകരല്ല. അല്ല അല്ല, കരയാനുള്ള ഒരു കപ്പും കൂടി ഐസ്ക്രീം എടുത്തു. അല്ല, തരൂട്ടൻ മാംഗ്ലൂരിയനാണ് അല്ലേ? അതെ അതെ, മാംഗ്ലൂർ. തരൂട്ടനും മാംഗ്ലൂരാണ്. ഇത് കോഴിക്കോട്ടുകാരൻ. എനിക്ക് ഐസ്ക്രീം ജ്യൂസ് പോലെ കുടിച്ച്. ഐസ്ക്രീം ജ്യൂസ് പോലെയോ? ജ്യൂസ് പോലെ കുടിച്ച് ഐസ്ക്രീമും കഴിച്ച്. എൻ്റെ അനിയത്തിയുടെ മോനാണ്. ഞാൻ പൊറോട്ട കഴിച്ചിട്ടില്ല, കഴിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ അവസ്ഥ. അപ്പം ഇതുപോലത്തെ ഒരു തൊട്ടവാട് കൊച്ചുമാണ്. ചുമ്മാ ഇതാണ് അവസ്ഥ. ഞാനൊരു സത്യം പറയാലോ, അങ്ങനെ ആവരുത്, ഒരാളും അങ്ങനെ ആവരുത്. എന്നെ ഈ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാർക്കും ഞാൻ എൻ്റെ നന്ദി ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. എൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റാത്തതിൻ്റെ സങ്കടം എൻ്റെ ഉള്ളിൽ നിറച്ചുകൊണ്ട് ഒരു കറക്റ്റ് ഇന്ന് പോയിരുന്നെങ്കിൽ പകുതി ആവുമായിരുന്നു. രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്